ഒരു വർഷം 365 ദിവസം മാത്രം പോരാ എന്ന് തോന്നുന്നു. കൂടുതൽ ദിവസം നമുക്ക് കിട്ടിയാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. മേ ബി നമ്മൾ നോക്കുന്ന ഈ വർഷത്തിന്റെ കണക്കിനാണ് പ്രശ്നം. ഒരു വർഷത്തിന് 365 എന്ന് പറയുന്ന ദിവസത്തിൽ ഒതുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം, ഭൂമി സൂര്യനെ ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ് 365 ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഈ വർഷത്തിനെ മാറ്റി പകരം മറ്റൊരു വർഷം കൊണ്ടുവന്നാലോ? അതിനാണ് നമ്മൾ ഗലാക്ടിക് ഇയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗലാക്ടിക് ഇയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലധികം സമയം കിട്ടും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നു, സൂര്യൻ ആകാശത്ത് വെറുതെ അങ്ങനെ നിൽക്കുന്നു എന്നാണ്. പക്ഷെ ആക്ച്വലി സത്യം അങ്ങനെയല്ല. നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനൊപ്പം തന്നെ സൂര്യനും നമ്മുടെ ഗ്രഹങ്ങളും എല്ലാം തന്നെ മറ്റൊരു വസ്തുവിനെയും കൂടെ ചുറ്റുന്നുണ്ട്, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററിന്. മിൽക്കി വേ ഗാലക്സിയുടെ മധ്യത്തിൽ സെന്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്, സാജിറ്റേറിയസ് എ എന്ന പേരുള്ള ഒരു ബ്ലാക്ക് ഹോൾ. അപ്പൊ നമ്മുടെ ഭൂമിയും സൂര്യനും എല്ലാ ഗ്രഹങ്ങളും ഈ ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. 8 ലക്ഷം km/h എന്ന് പറയുന്ന വേഗതയിലാണ് നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്നത്. അതായത് നമ്മുടെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഗാലക്സിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ സെന്ററിനെ ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ് ഒരു ഗലാക്ടിക് ഇയർ എന്ന് പറയുന്നത്. അത് ഏകദേശം 225 മില്യൺ ഇയേഴ്സ് വരും. അപ്പൊ നമ്മുടെ സാധാരണ ഒരു വർഷത്തിനെ മാറ്റി ഗലാക്ടിക് ഇയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ആവശ്യത്തിന് സമയം കിട്ടുമല്ലോ. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, നമ്മളെ ഭൂമിയും സൂര്യനും ഗ്രഹങ്ങളും എല്ലാം തന്നെ ഗാലക്സിയുടെ മധ്യഭാഗത്ത് ഇങ്ങനെ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുന്നേ ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഗാലക്സിയിൽ എവിടെയാണോ ഉള്ളത്, ഇന്ന് ആ ഒരു ഭാഗത്തല്ല നമ്മളുള്ളത്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പലപ്പോഴും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് പല ലക്ഷ്യങ്ങളും പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. ഈ വർഷം ജിമ്മിൽ പോകണം, ലൈഫ് സെറ്റ് ആക്കണം, പുതിയ ജോലി നേടണം എന്നൊക്കെ. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. കാരണം 365 ദിവസം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വർഷം മാത്രമേ അവിടെ കടന്നു പോയിട്ടുള്ളൂ. ഗലാക്ടിക് ഇയർ എന്ന് പറയുന്ന വലിയൊരു വർഷം നമ്മുടെ മുന്നിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം ഈ ഒരു ഗലാക്ടിക് ഇയറിനകത്ത് നേടിയെടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക.